Hello dear students, let us continue. In the last video, we discussed about what were the backgrounds behind the formation of a constituent assembly for us. Now, today in this video, we are going to discuss the composition of constituent assembly, prominent members of the assembly and the working of the assembly. Firstly, composition of constituent assembly. The members of the assembly were elected indirectly by members of provincial legislature through the method of proportional representation. ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സാണ് അസംബ്ലിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. The Constituent Assembly of India consisted of 389 members. The British India was assigned 296 seats and the Indian princely states were given 93 seats. The number of members to be sent by each provinces would depend upon the population of that particular province. പക്ഷേ പാർട്ടിഷന് ശേഷം പല മുസ്ലിം ലീഗ് മെമ്പേഴ്സും പാകിസ്ഥാനിലേക്ക് പോവുകയും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 324ലേക്ക് ചുരുങ്ങുകയും ചെയ്തു. Now let us talk about the prominent leaders or prominent members of the assembly. Some of the prominent leaders were Dr. Rajendra Prasad, he was the president of the assembly, and Sardar Patel, Maulana Azad, S.P. Mukherjee, K.M. Munshi, Sir Tej Bahadur, A.K. Iyer, K.N. Khusro, C. Rajagopal Achari, Sarojini Naidu, Vijay Lakshmi Pandit, Frank Anthony, H.C. Mukherjee ആൻഡ് എച്ച് പി മോഡി. എല്ലാവരുടെയും പേരൊന്നും നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നമ്മൾ അത്യാവശ്യമായിട്ട് മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഓർത്തു വയ്ക്കേണ്ട ചില പ്രോമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവരെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹി വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആൻഡ് ലേറ്റർ ഹി ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ആദ്യമായിട്ട് ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിച്ചപ്പോൾ പ്രസിഡൻ്റായി നിയമിച്ചത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു, അവിടുത്തെ മുതിർന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്. അദ്ദേഹമാണ് അഡ്ഹോക്കായിട്ട് ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നത്. പിന്നീട് ഇലക്ഷന് ശേഷമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡൻ്റാക്കി നിയമിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റത്തെയും അതുപോലെ പെർമനൻറ്റുമായിട്ടുള്ള വൈസ് പ്രസിഡൻ്റ് ആയിരുന്നത് H.C. മുഖർജിയാണ്. അദ്ദേഹം മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, അതായത് ഇന്ത്യൻ ക്രിസ്ത്യൻസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടായിരുന്നു സഭയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം വെസ്റ്റ് ബംഗാളിൻ്റെ ഫസ്റ്റ് ഗവർണറായിട്ടും ചുമതലയേറ്റു. ഇനി നമുക്ക് പറയാനുള്ളത് മറ്റൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വത്തെ പറ്റിയാണ്. അത് J.B. കൃപലാനിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സംസാരിച്ച വ്യക്തി. ഇനി നമുക്ക് വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയാം. ടോട്ടൽ നമ്പർ 389 ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 17 പേരും വനിതകളായിരുന്നു. വിഭജനത്തെ തുടർന്ന് അത് 15 ചുരുങ്ങി. അതിൽ തന്നെ 3 മലയാളി വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു അവർ. ഇനി നമുക്ക് മലയാളി സാന്നിധ്യത്തെക്കുറിച്ച് പറയാം. 17 മലയാളികളായിരുന്നു ടോട്ടലായിട്ടുണ്ടായിരുന്നത്. പട്ടം താണുപിള്ള, ആർ ശങ്കർ, P.S. നടരാജ പിള്ളൈ, K. മുഹമ്മദ്, P.T. ചാക്കോ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഡോക്ടർ ജോൺ മത്തായി, B. പോക്കർ, P. കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി എന്നിവർ അതിൽ പ്രമുഖന്മാരായിരുന്നു. എല്ലാവരുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. Now let us discuss the working of Constituent Assembly. Constituent Assembly appointed various committees to deal with different aspects of constitution and in its working. There are 10 procedural committees and 12 committees on substantial affairs. നമുക്കിതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഫോംഡ് ഫോർ ഡ്രാഫ്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ and it was formed with 8 members under the chairmanship of Dr. B.R. Ambedkar. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റ് മെമ്പേഴ്സിനെയും അറിഞ്ഞു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്നവർ ഇത് അത്യാവശ്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്.
Okay, we shall continue now. The committee studied the constitutions of various countries and took the good features from every constitution and included them in Indian constitution. And the draft of Indian constitution was prepared by February 1948. പക്ഷേ അന്തിമമായിട്ടുള്ളൊരു ഡ്രാഫ്റ്റിന് മുൻപായിട്ട് ജനുവരി 1948 ഫസ്റ്റ് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അത് പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു. പബ്ലിക് കമൻസിൻ്റെയും സജഷൻസിൻ്റെയും ബേസിസിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെക്കൻഡ് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് നവംബർ 4, 1948. ഡ്രാഫ്റ്റിൻ്റെ സെക്കൻഡ് റീഡിംഗ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ആരംഭിച്ചതിന് ശേഷം ഒരുപാട് തിരുത്തലുകൾ വീണ്ടും വേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം പുതുതായിട്ട് വീണ്ടും ഒരു തേർഡ് റീഡിങ്ങും ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തത് നവംബർ 14, 1949. അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത് നവംബർ 21, 1949. The draft was finally approved by the Constituent Assembly on November 26, 1949. The final session of Constituent Assembly was held on January 24, 1950. ഈ ഒരു സെഷനിലാണ് നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് യുനാനിമസ്ലി ഇലക്റ്റഡ് ആയത്. അങ്ങനെ 1950 ജാനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അങ്ങനെ അന്ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. സോ that is the story of the making of our constitution. Hereby we are concluding our class. We shall meet in the next class. Thank you for watching.